അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്കാണ് നമ്മൾ ആദ്യം വരുന്നത്. അപ്പോൾ 90 ദിവസമായി കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. പ്രതികൾ ഓരോരുത്തരായി ജാമ്യം തേടി കോടതിയെ സമീപിക്കുന്നു. അപ്പോൾ അതിൽ SIT ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നത് തടയാൻ പുതിയ നീക്കവുമായി രംഗത്തെത്തുകയാണ്. പോറ്റിക്കെതിരെ സ്റ്റേഷനുകളിൽ പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ SIT നടത്തുന്നത്. അപ്പം സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. ആ പരാതികളിൽ കൂടി കേസെടുക്കാനുള്ള ആലോചനയും നടത്തുന്നുണ്ട് SIT. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സനിസ, അപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാനാകാത്ത ഒരു സാഹചര്യത്തിൽ പല പ്രതികളും ജാമ്യം തേടി പോകുന്നതും അവർക്ക് സ്വാഭാവികമായി ജാമ്യം ലഭിക്കുന്നതുമുണ്ട് മുന്നിൽ. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇത്തരത്തിൽ ജാമ്യം തേടി പുറത്തു പോകാതിരിക്കാനുള്ള പുതിയ ശ്രമങ്ങൾ, അതായത് നേരത്തെ സാമ്പത്തിക ആരോപണവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉണ്ടായിരുന്നു, അതിലൊക്കെ കേസെടുത്തുകൊണ്ട് പോറ്റിയെ ഉടൻ പുറത്തിറങ്ങുന്നത് തടയുക, ജാമ്യം ലഭിക്കുന്നത് തടയുക തുടങ്ങിയ നീക്കങ്ങളാണ് SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നിലവിൽ ഏതൊക്കെ പരാതികളിൽ കേസെടുക്കാനുള്ള ആലോചനകൾ നടക്കുന്നു? അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും സനിസ? ജിൽസി സൈഫു, ഈ കേസിൽ തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പപാളികളുടെ കേസിൽ ജാമ്യം മുൻപേ തന്നെ ലഭിച്ചിരുന്നു. ഇപ്പോൾ ഈ കട്ടിളപ്പാളി കേസിൽ കൂടി ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ ഫെബ്രുവരി 3 കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയില്ല, കുറ്റപത്രം വൈകുമെന്ന വാർത്ത SITയിൽ നിന്നും മുൻപേ തന്നെ പുറത്തു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കാത്ത ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ജാമ്യം ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒന്നാം പ്രതിയായിട്ട് പോറ്റിക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് SITക്ക് വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ്. പോറ്റി ആരെയൊക്കെ കാണും, അതിനുശേഷം ജാമ്യം ലഭിച്ചതിനു ശേഷം എന്തൊക്കെ പറയും എന്നതിലൊക്കെ SITക്ക് ആശങ്കയുണ്ട്. ഇത് തടയാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്തും പുറത്തുമായിട്ട് പോറ്റിക്കെതിരെയുള്ള മറ്റ് കേസുകൾ, സാമ്പത്തിക ഇടപാടുകൾ, ഭൂമി തട്ടിപ്പ്, ചെക്ക് കേസുകൾ തുടങ്ങിയവയിൽ ഒരു നടപടി സ്വീകരിക്കാൻ, കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി പോലീസിന്റെ വിവിധ വിഭാഗങ്ങളിൽ സൈബർ പോലീസിനെ അടക്കം ഇത്തരത്തിൽ SIT സമീപിച്ചതായിട്ടാണ് വിവരം ലഭിക്കുന്നത്. കൂടാതെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നുണ്ട്. പ്രത്യേകം അറസ്റ്റ് രേഖപ്പെടുത്തി പോറ്റിയെ റിമാൻഡിലേക്ക് വാങ്ങി പോറ്റിയെ ഉള്ളിൽ ഇടുക തന്നെയാണ് SITയുടെ ലക്ഷ്യം. കാരണം പോറ്റി പുറത്തു വന്നാൽ, ഒന്നാം പ്രതി തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള ക്ഷീണമാണ് SITക്ക് വരുത്താൻ പോകുന്നത്. അത് ഈ കേസിന്റെ അന്വേഷണത്തിനെയും സാരമായി ബാധിക്കുമെന്നതിൽ സംശയമില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ തിരുവനന്തപുരത്തും പുറത്തും പോറ്റിക്കെതിരെ സാമ്പത്തിക ഇടപാടുകളിൽ അടക്കം വിവിധ കേസുകളുണ്ട്. ആ കേസുകളിലൊക്കെയുള്ള സാധുത പരിശോധിച്ച ശേഷം അത് രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് പോറ്റിയെ റിമാൻഡിൽ തന്നെ വാങ്ങുക എന്നതിൽ തന്നെയാണ് SIT ഉറച്ചു നിൽക്കുന്നത്. ഇതിനുള്ള ചർച്ചകളൊക്കെ ഇന്നലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നൽകിയിട്ടുള്ള പരാതികളൊക്കെ പരിശോധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. പോറ്റി പുറത്തു വന്നാൽ അത് വലിയ ക്ഷീണമായിരിക്കും SITക്ക് എന്നതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ആശങ്കയിൽ തന്നെയാണ് SIT. അതിന്റെ ഒരു നീക്കമാണ്, പോറ്റിയെ പുറത്തുവിടാതിരിക്കാനുള്ള നീക്കം എന്നോണമാണ് ഈ പരാതികളൊക്കെ പരിശോധിക്കുന്നത്. സൈഫു, ജിൽസി.